ഭാഗവതാമൃത ദീപ്തിയിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭാഗവതാമൃത മഹാസത്രത്തിന് തിരിതെളിഞ്ഞു. 18,000 ശ്ലോകങ്ങളുടെ പാരായണ ശ്രവണ പുണ്യവുമായി ഭാഗവത ദീപ്തിയിലേക്ക് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഉണർന്നു. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 105ാം ജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ആചാര്യ സംഗമവും നടന്നു. വേദപണ്ഡിതരും ഭാഗവതാചാര്യന്മാരും ചേർന്ന് മന്ത്രോച്ചാരണത്തോടെയാണ് തുടക്കം കുറിച്ചത്. വേദിയിൽ മുഖ്യ യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മഹാഗണപതി പൂജ നടന്നു. തുടർന്ന് ഭാഗവതം ജീവിതചര്യയാക്കി മാറ്റിയ സ്വർഗീയ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ചിത്രത്തിൽ പ്രാർത്ഥനാ മലരുകൾ അർപ്പിച്ചു. ആചാര്യന്മാർ ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്തു. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാകേന ഹേതുന കുതഃ സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനിം. എപ്പോഴാണ് ഈ ഭാഗവത രചന നടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഭാഗവത ഗ്രന്ഥം വ്യാസ മഹർഷി രചിച്ചത് എന്നൊക്കെ ഭാഗവത രചനയ്ക്ക് ഹേതുവായ കാരണങ്ങളെ ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, ശുഗബ്രഹ്മർഷി വേദവ്യാസപുത്രൻ, അതി തേജസ്വി മഹായോഗി സമതൃനൃവികൽപക, മഹായോഗിയായ ശരീരാഭിമാനം അല്പം പോലും ഇല്ലാത്തതായ ശുഗബ്രഹ്മർഷി, അങ്ങനെയുള്ളതായ ആ ശുഗബ്രഹ്മർഷി ഒരല്പസമയം മാത്രമേ ഒരു സ്ഥലത്ത് ഭാഗവതം പറഞ്ഞിരിക്കാറുള്ളൂ എന്നാണ്. 60-ലധികം ഭാഗവത പണ്ഡിതരും ആചാര്യന്മാരുമാണ് ഭാഗവതാമൃത സത്രത്തിൽ പങ്കെടുക്കുന്നത്. ഭാഗവതോത്സവവും ജയന്തി സംഗീതോത്സവവും ഫെബ്രുവരി 2-ന് ജയന്തി ദിനത്തിൽ സമാപിക്കും. വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി, മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ രാധാകൃഷ്ണ അയ്യർ, വെൺമണി രാധ അന്തർജനം തുടങ്ങിയ ഭാഗവത പ്രഭാഷകർ പങ്കെടുത്തു.